ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു നോർമൽ വീഡിയോ ആയിരിക്കില്ല. കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ളൊരു വീഡിയോ ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരിക്കൽ കൂടി നമസ്കാരം. വീണ്ടും അതെ, നമ്മൾ രണ്ടാമത്തെ വട്ടം യൂട്യൂബ് ചാനൽ വന്നിരിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ഹരിശങ്കർ, ഈ അൾട്രാവയൽ ടെക്സ്റ്റൈൽസിന്റെ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്കിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിരിക്കും ഇത്. ആൻഡ് അത് കിട്ടിയേക്കുന്ന നല്ല കിടിലം ബൈക്കുമാണ്. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന അൾട്രാ വയലറ്റ് നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന, ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി അൾട്രാ വയലറ്റിൻ്റെ സ്കൂട്ടർ ഭയങ്കര ഹിറ്റായിരുന്നു. ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇറക്കുന്നതിന് മുമ്പേ ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കി ഹിറ്റായിരുന്ന ഒരു വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഫാൻ, ലൈക്ക് ഒരു കമ്പനിയുടെ ഫാൻ ബോയിൽ നിന്നും ഹെയ്റ്ററായ ഒരു സ്റ്റോറി ആയിരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അൾട്രാ വയലറ്റ് EV എടുത്തതിന്റെ ഒരു സ്റ്റോറി ഞങ്ങൾ തുടങ്ങിക്കോ. സ്റ്റോറി വളരെ സിമ്പിൾ ആണ്. ലൈക്ക് മേ ബി എനിക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടായത് എന്റെ പർപ്പസ് മാറിയതുകൊണ്ടായിരിക്കാം. സോ കംപ്ലീറ്റ് എന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. സോ ഞാൻ എറണാകുളത്തോട് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നപ്പോഴാണ് അൾട്രാ വയലറ്റ് ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നത്. സോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഇന്റന്റ് പോയി. അപ്പം ഡെയിലി യൂസിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പം എസ്പെഷ്യലി ബാറ്ററിക്ക് 323 എന്ന് പറയുമ്പോഴത്തേക്ക് എറണാകുളം ടു വീട്ടിലോട്ട് വരാനും വീക്കെൻഡ്സിലൊക്കെ വന്ന് പോയാലുള്ളൊരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ബൈക്ക് എടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഡിസംബർ 2024 ഡിസംബറിലാണ് ഞാൻ പർച്ചേസ് കൊടുത്തത്. ഡെലിവറി എടുക്കുന്നത് 25 ജനുവരി 6 ഓക്കെ. അത് ഒരു വർഷത്തെ യൂസർ റിവ്യൂ ആയിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. കിലോമീറ്റർ ഓടി ഇപ്പം ഞാൻ ഈ വണ്ടി വളരെ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ. 7000 കിലോമീറ്റർ കിലോമീറ്റർ. അതിന്റെ റീസണോടെ നമുക്ക് ചോദിക്കണം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും 7000 കിലോമീറ്ററിൽ നിന്ന് പോയത്? വണ്ടി മടുത്തു ഡിസപ്പോയിൻമെന്റ് ആണ്. ലൈക്ക് ഈ വണ്ടി ഓരോ തവണ ഞാൻ കാണുമ്പോഴും ലൈഫിൽ എടുത്ത വൺ ഓഫ് ദ വേസ്റ്റ് ഡിസിഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോറി വൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ 2018 തൊട്ട് ബ്രാൻഡിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന അൾട്രാ വയലറ്റ് എന്നുള്ള കമ്പനീനെ പറ്റിയും അവർ പണ്ട് ലൈക്ക് ബാറ്ററിന് ഊരിയെടുക്കാൻ പറ്റുന്ന മോഡൽ ഇവിടെ നിന്ന് തുറന്നു വരുന്നതാണ് ആ ടൈം തൊട്ട് നമ്മൾ ഭയങ്കര ഫോളോ ചെയ്യും. അപ്പോൾ സോ ബ്രാൻഡിനോട് ഭയങ്കര റൂട്ടിങ് ആയിരുന്നു. അപ്പം ഭയങ്കര എന്താണ് ലൈക്ക് EV സ്പേസിൽ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടല്ലോ. എസ്പെഷ്യലി മലയാളീസ് തന്നെയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. അപ്പം നമുക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ടൈമിൽ ബാംഗ്ലൂരിലൊക്കെ പോയി എടുക്കാം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂസ് കേസസ് പൈസ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ബാക്കൗട്ട് ചെയ്തു. പിന്നെ കൊച്ചിയിൽ ലോഞ്ച് ചെയ്ത ടൈമിലേക്ക് ഇത് Mark 2 ആണ്. അതായത് ഏത് മോഡൽ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു. ഇത് അൾട്രാവയലറ്റ് F77 Mark 2 എന്ന് പറയും. അൾട്രാവയലിന് എത്ര EVs ഉണ്ട് നിലവിൽ? അൾട്രാവയലറ്റിന് Mark 1 ആണ് ഫസ്റ്റ് ജനറേഷൻ. ഇത് F77 ലേറ്റസ്റ്റ്. ഇത് ഇതിന്റെ F77 ലേറ്റസ്റ്റ്. ഇനി ഇതിന്റെ അപ്പുറത്തില്ല. ഉണ്ട്, വേറെ വേരിയൻസ് ഉണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറയും. സൂപ്പർ സ്ട്രീറ്റ് സെയിം വണ്ടി തന്നെ, ഹാൻഡിൽ ബാർ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം, റൈഡിംഗ് പൊസിഷന് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന X47 എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷോക്ക് വേവ്, പിന്നെ സ്കൂട്ടർ ഒരെണ്ണമുണ്ട്. ഷോക്ക് വേവ് നമ്മുടെ മറ്റേ മൾട്ടിസ്പോർട്ട് പോലെ ഇല്ല, ഡെഡ് ബൈക്ക് പോലത്തെ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ അഡ്വാൻസ് ആക്ച്വലി ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, വണ്ടി ഇറങ്ങട്ടെ. ചിലപ്പോ മേ ബി ബ്രാൻഡിനോടല്ല പ്രശ്നം, വണ്ടിയോടാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. വണ്ടിയോടൊന്നും ബ്രാൻഡിനോടും ഉണ്ട്, കൈൻഡ് ഓഫ് ലൈക്ക് മിക്സ്ഡ് ആണ്. ഓക്കെ, എനിക്ക് ഓൾറെഡി ബൈക്സ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ IC നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം നമുക്ക് അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് വണ്ടി എടുത്ത ടൈമിൽ ലൈക്ക് സെയിൽസ് നോർമൽ ടിപ്പിക്കൽ സെയിൽസ് ഉള്ള പോലെ തന്നെ രീതിയിലാണ്. അപ്പം എറണാകുളത്ത് ഞാൻ ബൈക്ക് എടുത്തത്. ഷോറൂം സൈഡിൽ നിന്നൊക്കെ സപ്പോർട്ടൊക്കെ വളരെ നൈസാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി എടുക്കുന്ന ടൈമിൽ ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിടന്നോടിക്കുന്ന ബൈക്കിനോട് താല്പര്യമില്ല. ഈ ബൈക്കിനോടും ബ്രാൻഡിനോടുള്ള ഇഷ്ടം കാരണമാണ് ഞാൻ ഇതാണെങ്കിലും കുഴപ്പമില്ല. കാരണം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഹാൻഡിൽ ബാർ റേസ് ചെയ്യാൻ പറ്റുന്ന കിറ്റ് ബ്രാൻഡ് തന്നെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ തേർഡ് പാർട്ടി ചെയ്യാതെ തന്നെ ഒഫീഷ്യലി അവർ തന്നെ ലോഞ്ച് ചെയ്യുന്ന കാരണം ഓക്കെ. അപ്പൊ അവർ പറഞ്ഞത് 1 to 2 വീക്സിനുള്ളിൽ ലോഞ്ച് ആകും, അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ ലോഞ്ച് ആകും. അപ്പൊ ഞാൻ ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് എടുത്തിട്ട് നമുക്കത് പിന്നെ ഫിറ്റ് ചെയ്ത് നമുക്ക് യൂസ്, കാരണം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സ്ട്രൈറ്റ് അപ്പ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ നേക്കഡ് ബൈക്സ് ആണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു യൂസ് കേസിലാണ് വണ്ടി എടുത്ത് ഡെലിവറി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സൂപ്പർ സ്ട്രീറ്റ് ലോഞ്ച് ചെയ്തു. അപ്പം നിവർന്നിരിക്കുന്ന ഹാൻഡിൽ ബാർ എല്ലാ സാധനം. അപ്പം അത് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി ഉള്ളിൽ വിഷമം വന്നു. അപ്പം നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്യും. അപ്പം ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് ഇറങ്ങുന്ന ഹാൻഡിൽ ബാർ റേസ് ചെയ്യുന്ന കിറ്റ് ഇറങ്ങുന്നുണ്ട്, ഹാൻഡിൽ ബാർ ഫുള്ള് മാറ്റാന്നുള്ള രീതിയിലാണ്. നമ്മൾ ബ്രാൻഡോട് സംസാരിച്ചപ്പോൾ ബ്രാൻഡ് പറയുന്നത് ഇറങ്ങും എന്നുള്ളതല്ലാതെ 1 year ഓൾമോസ്റ്റ് ആയി. അതിനെപ്പറ്റി യാതൊരു രീതിയിൽ അപ്ഡേറ്റ്സ് ഇറങ്ങിയിട്ടില്ല. അവർ ജസ്റ്റ് ഹാൻഡിൽ ബാർ മാറണം എന്നുണ്ടെങ്കിൽ 30,000-40,000 രൂപ കൊടുക്കണം. കാരണം ഫുൾ കൺസോൾ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് മാറേണ്ടി വരും സൂപ്പർ സ്ട്രീറ്റിന്റെ ഫിറ്റ് ആണ്. ഇതിനിപ്പോ നമുക്ക് ഓൺ റോഡ് എത്ര രൂപയായി?
ഇത് 4.7 മണ്ടക്കായി. പിന്നെ അഡീഷണൽ ഞാൻ ബൂസ്റ്റ് ചാർജർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാനൊരു കഥയാണ് ഞാൻ പറയാം. അപ്പം ഈ ജനുവരിയിൽ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ബൂസ്റ്റ് ചാർജർ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ കൊടുക്കാൻ തുടങ്ങി. അപ്പം അതും അടുത്തൊരു കാരണം 1 or 2 കാശ് കൊടുത്ത് മേടിച്ചാലും ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഒരു 2 ഡേയ്സിന്റെ ഡിഫറൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഡിസംബർ 28 26 അങ്ങാണ്ടാണ് ഞാൻ പർച്ചേസ് ലൈക്ക് ബിൽ എമൗണ്ട് അടയ്ക്കുന്നത്. അതിനുശേഷം അത് വണ്ടിയുടെ പ്രൈസ് കൂടും എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് സെയിൽസ് ടാക്ടിക്സ് വെച്ചിട്ടാണ് വണ്ടി എടുപ്പിച്ചത്. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിക്ക് ഹെവി ഡിസ്കൗണ്ട് നെക്സ്റ്റ് മന്ത് ജനുവരിയിൽ കൊടുത്തു തുടങ്ങി. അപ്പം അതിന്റെ കാരണം സെയിൽസ് കുറവാകുമ്പോഴാണ് പൊതുവെ ഡിസ്കൗണ്ട് ഹെവി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ബൂസ്റ്റ് ചാർജർ എല്ലാം കൊടുക്കുന്നത്. അപ്പം ബൂസ്റ്റ് ചാർജർ 40,000 കൊടുക്കണം അഡീഷണൽ. എത്ര കിലോവാട്ടിന്റെ ചാർജർ ആയിരുന്നു അത്? 3 കിലോവാട്ടിന്റെ. നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഇത് 10.3. ഓക്കെ, 3 കിലോവാട്ടിന് നമ്മൾ 40,000 കൊടുത്ത് എടുക്കണം. നമ്മൾ അത് ബൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബ്രാൻഡോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നോർമലി ഒരു ലൈക്ക് 1 or 2 ഡേയ്സിന് ഡിഫറൻസ് ഗുഡ് വില്ലിന്റെ രീതിയിലെങ്കിലും ബ്രാൻഡ്സ് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇവർ ഭയങ്കര ആഡമെന്റ് ആയിട്ട് തന്നെ ഇരുന്നു. ഞാൻ അവർക്ക് അങ്ങോട്ടൊരു ഓപ്ഷൻ കൊടുത്തു. ലൈക്ക് ഓക്കെ, എൻ്റെ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ചാർജർ ഞാൻ തരാം എന്നുള്ള രീതിയിൽ. സ്റ്റാൻഡേർഡ് ചാർജർ 13,000 രൂപ കണ്ട നോർമലി വാങ്ങാൻ അതും കൊടുത്ത് അഡീഷണൽ 27,000 or 29,000 അഡീഷണൽ പിന്നെയും കൊടുത്തിട്ടാണ് ഞാൻ ബൂസ്റ്റ് ചാർജർ വാങ്ങുന്നത്. ഓക്കെ, ബൂസ്റ്റ് ചാർജർ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചാർജിങ് സ്പീഡ് അത്ര സ്റ്റാൻഡേർഡ് ചാർജറിൽ 10 മണിക്കൂർ മണ്ടക്കെടുക്കും ചാർജ്. കാരണം 1 കിലോവാട്ടിൻ്റെ ആണ്. അത് 10.3 ഉള്ളതുകൊണ്ട് 10 മണിക്കൂർ മണ്ടക്ക് ഈസിലെടുക്കും. ഞാൻ ഓവർനൈറ്റാണ് ചാർജ് ചെയ്യാൻ ഇടാറുള്ളത്. ബൂസ്റ്റ് ചാർജർ എടുത്തതിന് ശേഷവും എനിക്ക് വണ്ടി ബൂസ്റ്റർ എടുത്ത സമയത്ത് ഞാൻ ബാംഗ്ലൂർ പോയി. ഓക്കെ, ബാംഗ്ലൂർ പോയതാണ് എനിക്ക് ഏറ്റവും ലൈക്ക് എക്സ്പീരിയൻസ് കൂടുതലും ഈ വണ്ടിയുടെ മണ്ടയ്ക്ക് കിട്ടിയത്. കുറച്ച് കഥകൾ പറയാനുള്ളത് ബാംഗ്ലൂർ ട്രിപ്പിന്. അതെ, ഓൾമോസ്റ്റ് 29 hours എടുത്തിട്ടാണ് ഞാൻ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ എത്തി. 29 മണിക്കൂർ. ഓക്കെ, ബസ് കയറി പോകുന്നത് ഇതിലും ബെറ്റർ ആയിരുന്നു. ലിഫ്റ്റ് പിടിച്ചു പോയാലും എത്തിയേനെ. കുറെ പ്രോബ്ലംസ് ഉണ്ടായി. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ കൂടെ നമ്മുടെ സെയിം അൾട്രാവൈലുള്ള ഒരു പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പുള്ളി ഞാനും കൂടെയാണ് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ അൾട്രാവൈലിൻ്റെ ഇവന്റിന് പോയതാണ്. ഓക്കെ, അപ്പം അവിടെ കുറെ കാര്യങ്ങൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ബൈക്ക് പുതിയ ഷോക്കേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂട്ടറും ഇതെല്ലാം ഷോക്കേസ് ചെയ്ത് കാണാൻ വേണ്ടി പോയതാണ്. ആൻഡ് പോകുന്ന വഴിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ നല്ലോണം വണ്ടി പുഷ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇവിടുത്തെ റോഡിൽ പോലെ അവിടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുടെ ടോപ്പും എല്ലാം എങ്ങനെയൊക്കെ നമുക്ക് വണ്ടി പുഷ് ചെയ്യാം ആ രീതിയിൽ കോയമ്പത്തൂർ റോഡിലൊക്കെ വണ്ടി പുഷ് ചെയ്തിട്ടുണ്ട്. ഒരു കോയമ്പത്തൂർ കഴിഞ്ഞിട്ടൊരു ചാർജിങ് സ്റ്റേഷനും കൂടെ ഉണ്ട്. അവിടെ ഓൾമോസ്റ്റ് ഞാൻ 12 മണിക്കൂർ പോസ്റ്റായി ചാർജിങ് സ്റ്റേഷൻ. കാരണം ചാർജർ വർക്ക് ആവുന്നില്ല. അത് എന്തിന്റെ ചാർജർ ആയിരുന്നു? അൾട്രാവൈലിന്റെ തന്നെ. അതായത് അവരുടെ ഒഫീഷ്യൽ ചാർജർ. അത് വർക്ക് ആവുന്നില്ല. അപ്പം ഇതിന്റെ സ്റ്റാൻഡേർഡ് ചാർജർ ഗവൺമെന്റ് റൂള് പ്രകാരം EVസിന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചാർജർ വേണം എന്നുള്ളതാണ്. ഏതറിന് ഒരു പോർട്ടുണ്ട്. ആ പോർട്ടും പിന്നെ ഒലയുടെ പോർട്ടും. അതിന് Type 6 എന്നാണ് ഒലയുടെ പോർട്ടിന്. അപ്പോൾ ഇതും Type 6 ആണ്. ഇത് ഗവൺമെന്റ് സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുന്നതാണ്. ഇന്ന പോർട്ട് ഇനിയുള്ള വണ്ടിക്കെല്ലാം കാണണം എന്നുള്ളത്. സെയിം പോർട്ടാണ്. ബട്ട് തേർഡ് പാർട്ടി ചാർജിങ്ങിൽ ഈ വണ്ടി ചാർജ് ഇല്ല, വർക്കൗട്ട് ആവത്തില്ല. അപ്പം റൂൾസ് പ്രകാരം ആവണം എന്നുള്ളതാണ്. പക്ഷേ ബോൾട്ട് ചെയ്തിട്ടില്ല. ബോൾട്ട് ടിവിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതിൽ ഓൺലൈൻ ഏതൊരു കുത്തി ചാർജ് ചെയ്യാം. പക്ഷെ ഇത് കുത്തിയാൽ ചാർജ് ആവത്തില്ല. ഇല്ല. ഈ റീസെന്റ് ലൈക്ക് ഞാനൊരു ട്രൈ ചെയ്തിട്ട് കുറെ നാൾ മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ അവരെന്തെങ്കിലും ആപ്പിന്റെ അകത്തും ഇപ്പോഴും ലിസ്റ്റ് ചെയ്യുന്നില്ല. അൾട്രായിൽ നിന്ന് ലിസ്റ്റ് ചെയ്യുന്നില്ല. ചില ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആയിട്ടില്ല. മേ ബി ഞാൻ പറയുന്നത് മേ ബി ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ ആയി കാണാം. ഞാൻ റീസെന്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അധികം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് 12 മണിക്കൂറിന് മണ്ടക്കോളം കിടന്ന്. ആ പെട്രോൾ പമ്പിൽ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് രാവിലെ തൊട്ട് അവിടെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങോട്ട് ചെന്നാ അവിടുത്തെ ഫുഡെല്ലാം അവർക്ക് നല്ലോണം കച്ചവടം ഉണ്ടാക്കി കൊടുത്തു. ചാർജ് എങ്ങനെയായി? 12 മണിക്കൂർ എടുത്ത് ചാർജ് ചെയ്തു. നോർമൽ ചാർജർ അല്ല, അവരുടെ ഫാസ്റ്റ് ചാർജറിൽ അതിന്റെ വോൾട്ടേജിന് എന്തോ ഇഷ്യൂ കാരണം. അതായത് ചാർജ് കയറുന്നുണ്ട്, സ്പീഡില്ല. ഇല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്റെ ബൈക്കിൽ ചാർജ് കയറി, പുള്ളിയുടെ ബൈക്കിൽ ചാർജ് കയറിയില്ല. പിന്നെ എന്റെ കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ വേറെ കുറച്ച് നേരം കുത്തിയിട്ട് ചാർജ് ചെയ്തു. നമുക്കപ്പം ഈ വണ്ടിയിൽ നമ്മളുടെ നെക്സ്റ്റ് ചാർജിങ് ലൊക്കേഷനിൽ എത്തണമെങ്കിൽ ഇത്ര കിലോമീറ്റർ റേഞ്ച് വേണം. അപ്പം അത്രയും റിസ്ക് ആണ്. പിന്നെ നമുക്ക് അപ്പം കറക്റ്റ് ആ നമ്പർ വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് 200 ഇത്ര കിലോമീറ്റർ ഉണ്ടെങ്കിൽ 200 കിലോമീറ്റർ അത്രയും വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ മതി. കുറച്ചും എക്സ്ട്രാ ചാർജ് ഉണ്ടെങ്കിൽ. കാരണം വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ. അപ്പം നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് തന്നെ അവിടുന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല രീതിയിൽ ഇഷ്യൂ ഉണ്ടായി. ആ ചാർജിങ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഇവർ പറയുന്നത് മോട്ടറും ബാറ്ററിയും ഓവർ ഹീറ്റ് ആവത്തില്ലെന്നുള്ളതാണ്. എൻ്റെ മോട്ടറും ബാറ്ററിയും ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് എല്ലാ വാർണിങ്സും വന്നിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചത്.
ഇപ്പം മോട്ടോർ വാണിങ്ങും വന്നു, ഓവർ ബാറ്ററി വാണിങ്ങും വന്നു. വണ്ടി 155 155 പുഷ് ചെയ്തു. 155 സോഫ്റ്റ്വെയർ ലോക്ക്ഡാ. 155 ഞാൻ കുറെ പുഷ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് 140 ഇതിലൊക്കെ ക്രൂസ് ചെയ്ത ടൈമിലും എൻ്റെ ബാറ്ററി ഓവർ ഹീറ്റായി. സ്പീഡ് 110 100 ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമുക്ക് കൈ കൊടുക്കുമ്പോൾ ആ ഒരു ഇതില്ലാത്തൊരു ഫീൽ വന്നിട്ടുണ്ട്. റീജൻ കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട്. അങ്ങനത്തെ 1-2 ഇഷ്യൂസ് ബാംഗ്ലൂർ പോയ ടൈമിലുണ്ടായി. മെയിനായിട്ട് ചാർജിങ് ആണ് ഉണ്ടായത്. പിന്നെ കൂടെ വന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിന്നാമിനിങ്ങിൻ്റെ വെട്ടവേ ഇതിനുള്ളൂ. മിന്നാമിനിങ് ഇതിനകത്ത് പിടിച്ചിട്ടേക്കുന്ന ഫീലാണ്, ഒട്ടും വെട്ടമില്ല. അപ്പം തിരിച്ച് വരുന്നവർക്ക് നമ്മുടെ ഫ്രണ്ട് ആക്സിഡന്റ് ആയി. കാരണം റോഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. റോഡ് എൻഡായി, ടേൺ ആയിരുന്നു. പുള്ളി ഫ്രണ്ട് കുഴിക്കത്തോട് വീണു. അപ്പം ബിൽഡ് ക്വാളിറ്റി, അപ്പം അതിലോട്ട് വരുമ്പോഴാണ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതൊക്കെ നമ്മൾ ബ്രേക്കായി പോകേണ്ട സാധനമാണ്. അപ്പം നമ്മുടെ ലിവറിലുള്ള ഈ ചെറിയ നോച്ചിട്ട് വെച്ചേക്കുന്നത് ഇടിക്കുമ്പം മാസ്റ്റർ സിലിണ്ടറിന് കംപ്ലൈന്റ് വരാതെ ഇത് ബ്രേക്ക് ആവാം. പക്ഷെ പുള്ളിയുടെ കേസിൽ മാസ്റ്റർ സിലിണ്ടറും എല്ലാം ഡാമേജ് ആയി. ഫുള്ള് വണ്ടിക്ക് നല്ല ഡാമേജ് വന്നു. അപ്പം ബ്രേക്കായി പോകേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. നോർമലി ഇതൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു കൊണ്ടതാണ്. അപ്പൊ അത് ഒടിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ആ വണ്ടി പിന്നെ ഒരു രീതിയിലാണ് നമ്മൾ എറണാകുളത്ത് തിരിച്ചെത്തിച്ചത്. അതും തമിഴ്നാട്ടില് രാത്രി. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ഇലക്ട്രിക് ബൈക്ക് പ്രത്യേകിച്ച് അൾട്രാ വയലറ്റിനെ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇനിയും കൺസിഡർ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കവർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും. ആൻഡ് ഓൾറെഡി മേടിച്ച ഈ പറഞ്ഞ 5 ലക്ഷം രൂപ അടുത്ത് മുടക്കി മേടിച്ച ഒരാളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു രീതി മാത്രം കണ്ടാൽ മതി. നിങ്ങളൊരു ബൈക്ക് ഇതുപോലെ മേടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ചിന്റെ കാര്യത്തിൽ വരുമ്പോൾ റേഞ്ച് കമ്പനി എത്രയാണ് പറഞ്ഞത്? റേഞ്ച് 323 ആണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് കമ്പനി പറയുന്നത് റിയൽ ലൈഫ് പറയുന്നത് ARI ക്ലെയിംഡ് 323 ആണ് പറയുന്നത്. എനിക്ക് യൂസബിൾ ആയിട്ട് തോന്നിയേക്കുന്നത്, നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ യൂസബിൾ ആയിട്ട് തോന്നിയേക്കുന്നത് 150 ആണ്. 150 കാരണം 180 പോകും. 180 പോയി കഴിഞ്ഞാൽ 180 ഒക്കെ ഞാൻ പറഞ്ഞ പോലെ 120ക്ക് മണ്ടക്കൊക്കെ ഹെവി ആയിട്ട് നമ്മൾ ചെല്ലുക, ബ്രേക്ക് ചെയ്യുക, പിന്നെ എടുക്കുക, ആ ഒരു ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ 150 ആണ് യൂസബിൾ ആയിട്ട് വരുന്നത്. കാരണം 30% കഴിയുമ്പോഴത്തേക്ക് ബലിസ്റ്റിക് 3 മോഡലുള്ള ഗ്ലൈഡ്, കോമ്പാക്ട്, ബലിസ്റ്റിക് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള. അപ്പം ബലിസ്റ്റിക്കിൽ നമ്മൾ ഓടിച്ച് 30% കഴിയുമ്പോഴത്തേക്ക് കട്ട് ഓഫ് ആയി കോമ്പാക്റ്റിലോട്ട് പോകും. പിന്നെ നെക്സ്റ്റ് കട്ട് ഓഫ് 10% കഴിയുമ്പോഴത്തേക്ക് ഗ്ലൈഡിലോട്ട് പോകും. 20% ഗ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഇലക്ട്രിക്കിന്റെ ടോർക്ക് സാധനങ്ങൾ കാണത്തില്ല. നോർമൽ എന്നാലും സ്റ്റിൽ ഒരു 80 km/h പോവാം. സ്പീഡിന് അത്രയ്ക്ക് ഹെവി ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഈ ബാറ്ററി എടുത്താണ് ഡ്രെയിൻ ഔട്ട് ആയി പോയിട്ടുണ്ട്. ഓവർ മോഡിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുമുണ്ട്. റോഡിൽ നിന്ന് പോയിട്ടുണ്ട്. പോയി വണ്ടി കംപ്ലൈന്റ് നിന്നല്ല, ചാർജ്. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടുമുണ്ട്. അപ്പം എല്ലാ രീതിയിലും ഞാനിത് പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശ്വസിച്ച് റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അത്? നോർമൽ രീതിയിൽ നമ്മുടെ 80-70 അങ്ങനെയൊക്കെ ഓടിക്കുവാണെങ്കിൽ ഒരു 220 to 240 ഒക്കെ കിട്ടും. ചില ആൾക്കാർക്ക് 260 280 വരെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടി 60-50 ആ രീതിയിലൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യാതെയും അങ്ങനെയൊക്കെ ഓടിക്കണം. ഞാൻ റീജൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് 10 ലെവൽ ഓഫ് റീജൻ വരുന്നത്. 10 ലെവൽ ഓഫ് റീജൻ വരുന്നുണ്ട്. ആക്ച്വലി അതൊക്കെ നൈസാണ് കേട്ടോ. നമുക്ക് അത്രയും ഡയലിൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുള്ള. അപ്പം കോയമ്പത്തൂർ പോയ ടൈമിൽ റീജൻ ഓഫ് ആക്കിയിട്ടും റീജൻ ഓൺ ആക്കിയിട്ടും ഒക്കെ നോക്കി. എനിക്ക് കൂടുതലും റേഞ്ച് കിട്ടിയേക്കുന്നത് മാക്സിമം ഞാൻ കോയമ്പത്തൂർ പോയ ടൈമിൽ, ബാംഗ്ലൂർ പോയ ടൈമിൽ 260 270 സംതിങ് കണ്ട് റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓടിച്ചത് അമ്മാതിരി സ്ലോയില് നമ്മൾ ഒരു 50-60 ഇതിലൊക്കെ അധികം ബ്രേക്ക് പിടിക്കാതെ റീജൻ ഫുൾ ഓഫ് ആക്കിയിട്ടിട്ട് നമ്മൾ ദൂരെ നിന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ലൈനൊക്കെ മാറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ ഓടിക്കുവാണെങ്കിൽ കിട്ടും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് പറ്റത്തില്ല. അപ്പം ഈ വണ്ടി മാർക്കറ്റ് ചെയ്തിരുന്നത് കൂടുതലും ലൈക്ക് സിറ്റി ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇതൊക്കെ. ഈ വണ്ടി കൊണ്ടൊക്കെ ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ടൈം അത്രയും ഉണ്ട്. അപ്പം നമ്മൾ നോർമൽ ഒരാളെ സംബന്ധിച്ച് ആ ഒരു ഇത് ആവണമെന്നില്ല, വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം ബാംഗ്ലൂർ തന്നെ പോയി വരാൻ 29 മണിക്കൂറുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഒരു ക്വിക്ക് ഓവർ വ്യൂ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരു സ്ട്രീറ്റ് ബൈക്കാണ്. പ്ലസ് ബാറ്ററി ഇവിടെയാണ് വരുന്നത്. ബാറ്ററി ഇതിനകത്താണ് വരുന്നത്. സോ ഫുൾ ക്ലോസ്ഡ് ആണ്, പ്ലാസ്റ്റിക് ആണ്. എത്ര ക്വാളിറ്റി ഓക്കെയാണ്, കൈൻഡ് ഓഫ് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇവിടെ ആക്ച്വലി മറ്റേ മെറ്റൽ ആണ്. അല്ല, ഇത് ഇവിടെ മാഗ്നറ്റിക് ആണ് വരുന്നത്. ഈ ചാർജിംഗ് പോർട്ട് വരുന്നത്. ഇത് മെറ്റൽ അല്ലേ? അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. അല്ല, ഇത് മെറ്റൽ കേട്ടോ. ബാക്കി ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഇവിടെയാണ് ചാർജിങ്ങിന്റെ സ്ലോട്ട് വരുന്നത്. ഇത് Type 6 എന്നാ പറയുന്നത്. Type 6 ചാർജിംഗ്. Type 6. ഓക്കെ, നമ്മുടെ കാറിനൊക്കെ CCS2 എന്ന് പറയും.
യെസ്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വെളിച്ചം ഓക്കെ എന്നാണ് പറയുന്നത്. മിനിങ് ഓക്കെ. ആൻഡ് നമുക്ക് ടയറിലോട്ട് വരുമ്പോൾ ടയറിന്റെ ലൈഫ് ആക്ച്വലി എനിക്ക് ഇതിട്ടും കുഴപ്പം തോന്നിട്ടില്ല, ഞാൻ അധികം ഓടിച്ചിട്ടില്ല. ചില ആൾക്കാരുടെ 13 ഒക്കെ കഴിഞ്ഞ സ്റ്റോക്ക് ടയർ ടയറിന് നടക്കുന്നത് മാറിയിട്ടില്ല. അത് കാണുവാണെങ്കിൽ കാണുക, ആദ്യം കോർണർ റോളും ചെയ്തിട്ടില്ല. ഓക്കെ. ആൻഡ് നമുക്ക് സസ്പെൻഷൻ USD ആണ് വരുന്നത്. എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ആക്ച്വലി ഓക്കെ ആണ്. പിന്നെ ഫ്രണ്ടും റിയറും ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വണ്ടിക്ക്, കാരണം എല്ലാം ചെയ്യാൻ പറ്റും. കാരണം റോഡിൽ എസ്പെഷ്യലി ഡേർട്ടൊക്കെ കിടക്കാൻ നമ്മൾ ഫുള്ള് കൈ കൊടുത്തു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ തന്നെ പലതവണ സേവ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിക്കാതെ മണലിനെ മണ്ട കയറിയിട്ട് പെട്ടെന്ന് കൊടുത്തപ്പോഴത്തേക്ക് ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ട്രാക്ഷൻ ഓണാന്ന് കാണിക്കപ്പോൾ ട്രാക്ഷൻ ഫുൾ ടൈം ഓൺ ആക്കിയിട്ട് സെറ്റിംഗ്സിനകത്ത് എല്ലാം കോൺഫിഗർ ചെയ്യാം. ഓക്കെ. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ഇപ്പോൾ 2 ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്, നേരത്തെ കൊണ്ട് തന്നിട്ട് പോയി എന്നാ ഓടിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റീവ് സംഭവം ഇതിൻ്റെ ലുക്കും ആൻഡ് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പരിപാടികളാണ്. കാരണം ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗെയിം വൈബാണ് സാധനം അല്ലേ, നമ്മൾ ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ള അല്ലേ, സൈബർ പങ്കും ഈ പറഞ്ഞ ഇതിനകത്ത് ക്ലസ്റ്ററിലെ തീം എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഒരു NFS വൈബാണ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയോ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പക്ക ഒരു സ്പോർട്സ് വണ്ടിയുടെ എല്ലാ രീതിയിലുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് സീറ്റിംഗ് കംഫോർട്ടൊക്കെ എങ്ങനെയുണ്ട്? സീറ്റിംഗ് ലൈക്ക് ഹാർഡ് സീറ്റ് ആണ്, അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് അത്ര സോഫ്റ്റ് അല്ല, ആക്ച്വലി ഹാർഡാണ്. ബട്ട് ലൈക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയില്ല. ചില ആൾക്കാർ ചിലപ്പോൾ യൂസ് ചെയ്യും. ഞാൻ സ്റ്റോക്ക് സീറ്റിൽ തന്നെയാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. അത് ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് പോലെയാണ്. മെയിനായിട്ട് സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. ഇത് പുറയിലെ ആൾക്കാർക്ക് എങ്ങനെ ഇരിക്കും? പുറയിലെ ആൾക്കാർക്ക് ഇരിക്കാൻ സ്പോർട്സ് പൊതുവെ യൂസ് ടു അല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പാടാണ്. ഞാൻ കൂടുതലും ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത്, പുറകിലത് ആളെ വെക്കാറില്ല. പിന്നെ ടോർക്ക് ഇത്ര ഉള്ളതുകൊണ്ട് അറിയാതെ കൈ കൊടുത്ത് കഴിഞ്ഞാൽ പുറകെ ആൾ തെറിച്ചു പോകും. ആൻഡ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഡിസ്ക് ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഇത് ബ്രേക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഇത് എയറോ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആഡ് ഓൺ ചെയ്താണ്. ഇതും പിന്നെ ഇതെല്ലാം ആക്ച്വലി ഒരു ആക്സസറി ആയിട്ട് ആഡ് ഓൺ ചെയ്തതാണ്, റേസ് പാക്ക് എന്നും പറഞ്ഞിട്ട്. അതായത് പ്രാക്ടിക്കൽ യൂസ് ഉള്ള സാധനങ്ങളാണ്. ടാങ്ക് ഗ്രിപ്പ് ഇമ്പോർട്ടന്റ് ആണെന്ന് എപ്പോഴും പറഞ്ഞത്. കാരണം നമ്മൾ സ്പോർട്സ് ബൈക്കിൽ നമ്മൾ തൈസിന്റെ ഗ്രിപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ഷോൾഡറിന് ഇഞ്ചുറി വരും. ഓക്കെ. ആൻഡ് ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്, നല്ല സ്ട്രോങ് ആണ്. ടൈലിലോട്ട് വരുന്ന സമയത്ത് ഇത് എന്താ ആക്ച്വലി സാധനം? ഇത് ലൈക്ക് ആക്ച്വലി 2 വിങ് പോലെയാണ്, ഡിസൈൻ ഇൻസ്പയർഡ് ആണ്. അത് കൂടാതെ വണ്ടി വീഴുവാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കട്ടിയുണ്ട്. ഓക്കെ. ഇത് LSR 77 എന്ന് എഴുതിയേക്കുന്നത്. അതിലേക്ക് ഇത് ബേസിക്കലി അൾട്രാവയലറ്റ് എൻറ്റയർലി ഫ്ലൈറ്റ് തീം, ലൈക്ക് ഫൈറ്റർ പ്ലെയിൻസിലെ അത് തീംഡ് ആണ്. അപ്പം ഓരോ ലൈക്ക് മോഡലിന്റെ കാര്യങ്ങളെല്ലാം ഓരോ ഫൈറ്റർ ജെറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. X47 ഇതെല്ലാം ഓരോരോ മിലിറ്ററി ഫ്ലൈറ്റ്സിനെ വെച്ചിട്ടാണ് ഇവർ ചെയ്തേക്കുന്നതെല്ലാം. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് റിയർ ബ്രേക്ക് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണല്ലേ ചവിട്ടുന്നത്? റിയർ ഫുട് പ്ലഗ്. ഓക്കെ. യെസ്. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവർവ്യൂ. ഇനി നമുക്ക് കൺസോളിലോട്ട് വരുമ്പോൾ, മീറ്ററിലോട്ട് വരുന്ന സമയത്ത് മീറ്ററിൽ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ കീ കേട്ടോ. ഇതാണ് എൻ്റെ ആക്ച്വലി ഇതിൻ്റെ കീ. ഭയങ്കര കുഞ്ഞ് കീ ആണ്, അൾട്രാവയലറ്റിൻ്റെ ലോഗോയോട് കൂടിയ ഒരു കീ. ആൻഡ് ഇവിടെ ഇട്ടാൽ നമുക്ക് കീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. വണ്ടി ഓൺ ആവുന്ന സമയത്ത് ഒരു ആനിമേഷനോട് കൂടി സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെ പരിപാടിയാണ് ഇതിനകത്തുള്ളത്? ഇതിലിപ്പോൾ ആക്ച്വലി തീം ആട്ടാം. ബൈ ഡിഫോൾട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് റെക്കമെൻഡഡ് ആണ്, എത്ര കിലോവാട്ടിന് അണ്ടറിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മൾ പുഷ് ചെയ്തേക്കുന്നതിന്റെ കിലോവാട്ട് അവർ ആണ്, എത്രമാത്രം ബാറ്ററി എടുത്തു എന്നുള്ളത്. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ്, റേഞ്ച്, പിന്നെ ലൈക്ക് നമ്മുടെ ഓട്ടോ ഹോൾഡ് ഉണ്ട്, പിന്നെ ABS റിലേറ്റഡ് സാധനങ്ങൾ, ട്രാക്ഷൻ കൺട്രോൾ, മോട്ടർ ആമിന്റെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല PS5 പക്ക PS5 സാധനം അല്ലേ. അതിനകത്ത് കൺട്രോൾസിനകത്ത് സെയിം ഡിസൈനിലാണ് സംഭവം കൂടുതൽ. എന്തൊക്കെയാണ് ആ ബട്ടൺസ്? ഇത് സെറ്റിംഗ്സ് കയറാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് MyF77 എന്ന് പറഞ്ഞ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നാവിഗേഷൻ ഉണ്ട്, അതൊരു ഹൈക്ക് കൊള്ളത്തില്ല. ട്രിപ്പ് മീറ്റേഴ്സ് സെറ്റ് ചെയ്യാം. സെറ്റിംഗ്സിന്റെ അകത്ത് ഡിസ്പ്ലേ, അതായത് സൗണ്ട്, ഡീപ് സ്ലീപ്പ്, ടൈം സോൺ എന്നൊക്കെ പറയുന്നത് യൂറോപ്പിൽ ഈ വണ്ടി അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കൺട്രോൾസിന്റെ അകത്താണ് കൂടുതലും. പെർഫോമൻസിന്റെ അകത്ത് നമുക്ക് ABS കൺട്രോൾ ചെയ്യാം, റീജനറേഷൻ കൺട്രോൾ ചെയ്യാം, ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിനകത്ത് ഈ മോഡിനകത്ത് ഇങ്ങനെ മാറ്റി ഹിൽ ഹോൾഡ് സഹിതമുണ്ട്. പിന്നെ ഡോക്യുമെന്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം, നമ്മുടെ RC ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻഷുറൻസ് അപ്ലോഡ് ചെയ്ത് വെക്കാം. പിന്നെ ബ്ലൂടൂത്ത്, ഹോം സ്ക്രീൻ കാണിച്ച ഹോം സ്ക്രീനിൽ റേഞ്ചും ബാറ്ററിയുടെ സംഭവങ്ങളൊക്കെ എവിടെ കാണിക്കുന്നത്? ഹോം സ്ക്രീനിൽ ഇതാണ് ഹോം സ്ക്രീൻ. ഈ തീം നമുക്ക് മാറ്റാൻ പറ്റും. ഈ തീം ഞാൻ മാറ്റി കാണിച്ചു തരാം.
ഈ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ തന്നെ ടച്ച് അല്ല ആക്ച്വലി ഫുൾ ടോഗിൾ കൺട്രോൾസ് ആണ്. തീമിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ഇതൊക്കെ ഓട്ടോമാറ്റിക് മോഡ് ലൈക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഡാർക്ക് ആവുക ലൈറ്റ് ആവുകയൊക്കെ ചെയ്യും. സെൻസർ അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല. ഞാൻ കൂടുതൽ പാരലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഓക്കെ. അപ്പം ഇതില് മോഡ് മാറുന്നതനുസരിച്ചിട്ട് ലൈക്ക് കളേഴ്സ് ഇവിടെയാണ് മോഡ് മാറ്റാൻ എൻജിൻ കിൽ സ്വിച്ച് സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. ഒന്നുകൂടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് മോഡ് മാറുന്നത്. ഓക്കെ. ഇതാണ് നമ്മൾ മോഡ് മാറ്റിയുള്ള ലുക്ക്. ഇതിപ്പോ എത്ര പെർസെന്റേജ്? 67% 144 കിലോമീറ്റർ ഓളമുള്ള റേഞ്ച് ആണ് കാണിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ചില സമയത്ത് ആക്യുറേറ്റ് ആണ്. ബലിസ്റ്റിക്കിൽ ഇടുമ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പൊ ഫുൾ ചാർജ് ആണെങ്കിൽ 180 ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ 180ക്ക് മണ്ടക്കോട് കിട്ടും. കാരണം നമ്മൾ ഓടിക്കുന്ന സ്റ്റൈൽ അനുസരിച്ച്. അപ്പം ഈ ഓരോ മോഡ് മാറുമ്പോഴും റെക്കമെൻഡഡ് കിലോവാട്ട് അവർ കാണിക്കും. അപ്പൊ അതിന് അണ്ടർ കീപ്പ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ കാണിക്കുന്ന റേഞ്ച്. റിവേഴ്സ് ഇടുന്നെന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പൊ ആംഡ് അല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വണ്ടി ഒന്ന് റിവേഴ്സ് ഇട്ട് കാണിക്കാം ഗൈസ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് അറിയത്തുള്ളൂ. ഓക്കെ, കയറിയിരുന്നോ? വണ്ടിയുടെ പൊസിഷനോടെ കണ്ടോ? സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പ്ലസ് ഇതിപ്പോ കിൽ സ്വിച്ച് ഇപ്പോൾ ഓണായി കിടക്കുക. സ്റ്റാർട്ട് ചെയ്യുക, ബ്രേക്ക് ഹോൾഡ് ചെയ്യുക, ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ ആമായെന്നുള്ള ബട്ടൺസ് കാണിക്കും. പിന്നെ ABS ട്രാക്ഷൻ കൺട്രോൾ ചെയ്ത് ഇവിടെ തന്നെ കാണിക്കും. ഇത് ഇനേബിൾ ആകുമ്പോഴത്തേക്ക് UI മൊത്തം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആവും. ഇപ്പോൾ കുറച്ചും കൂടെ കളർഫുൾ ആയില്ലേ. അപ്പം ഇതിൽ ഇനി കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. റിവേഴ്സ് ഇടുന്നത് ബ്രേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ബട്ടൺ ഹോൾഡ് ചെയ്യുമ്പോൾ റിവേഴ്സ് മോഡിലോട്ട് പോകും. പുറകിലോട്ട് 3 km/h ആണ് മാക്സിമം ഉള്ളത്. 3 km/h. അതായത് എത്ര വലിയ കുത്തനെ കയറ്റത്തിലുണ്ടെങ്കിൽ സുഖമായിട്ട് നീങ്ങിക്കോളും. അത്യാവശ്യം നമുക്ക് ടോർക്ക് ഉണ്ട്. അത്യാവശ്യം ടോർക്ക് ഉണ്ട്. റിവേഴ്സ് തന്നെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഇടാം. അപ്പം പിന്നെ എക്സിറ്റ് ചെയ്യണ്ട. ഫ്രണ്ടിലോട്ടാണെങ്കിൽ 5 km/h ഉരുട്ടാൻ തന്നെ. അപ്പം ഫ്രണ്ട് അപ്പൊ കാരണം നമ്മൾ പെട്ടെന്ന് ടൈറ്റ് കോർണർ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നു, പെട്ടെന്ന് ബട്ടൺ മാറ്റുന്നു, പിന്നെ ഫ്രണ്ടിലോട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് കളിക്കാനെന്ന് പറഞ്ഞാൽ സമയം എടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നത് എൻട്രി ചെയ്ത പോലെ തന്നെ ബ്രേക്ക് ഹോൾഡ് ചെയ്യുക. ഒന്നിൽ ഫുഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫുഡ് ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റും. ഈ ബ്രേക്ക് യൂസ് ചെയ്യണമെന്നില്ല. ഈ ബ്രേക്കിന്റെ സെൻസറിന് ആക്ച്വലി കംപ്ലൈന്റ് വരുന്നുണ്ട് നല്ല രീതിയിൽ. മഴ നനഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പനി പിടിക്കും. ഞാൻ ഇത് അഴിച്ചിട്ട് ഞാൻ പേപ്പർ ഇട്ട് ഇതൊന്ന് ഉണക്കും. ഇതിന്റെ ഇടയ്ക്ക് നിന്ന് തുണിയിട്ട് തുടച്ചിട്ടാണ് ചിലപ്പോൾ വർക്ക് ആവുന്നത്. അത് പൊതുവെ ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ആ പ്രശ്നമുണ്ട്. മാനുഫാക്ചറിങ് പ്രോബ്ലം ആണ്. എല്ലാ വണ്ടിക്കും തന്നെ കോമൺ. ഹോൺ കൊള്ളത്തില്ല, ലൗഡ് ഉണ്ട്. പക്ഷേ കാട്ടിനകത്തിരിക്കുന്നുണ്ടായിരിക്കില്ലേ പൊതുവെ. പക്ഷേ ഈ വണ്ടിക്ക് ചേരുന്ന ഹോണല്ലേ തോന്നുന്നു, PP ഹോൺ. ഹസാർഡ് ഒക്കെ ഇതിലുണ്ട്, ബിൽഡിൻ ആയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വേറെ ബ്രേക്ക് സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ ഫ്ലാഷ് ബട്ടൺ മാത്രമേ ഉള്ളൂ, പാസ് ബട്ടൺ ഉള്ള. ഓക്കെ, നൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവർവ്യൂ. വണ്ടിയുടെ ലൈക്ക് ഞാൻ 1-2 റിവ്യൂസ് ഒക്കെ കണ്ടതിൽ എനിക്ക് സെയിം ഫീലിംഗ് തന്നെ തോന്നിയ വണ്ടി. ആക്ച്വലി ഇവർ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് 390യുടെ ട്രെല്ലിസ് ഫ്രെയിം വെച്ചിട്ടാണ് ഇവർ ഇനിഷ്യലിലേക്ക് ഈ ബൈക്ക് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പം എനിക്കൊന്നും ചേസി സ്റ്റിൽ കൈൻഡ് ഓഫ് ലൈക്ക് സിമിലർ എഞ്ചിനീയറിംഗ് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ട ഒരു റിവ്യൂവിൽ ഒരു പുള്ളി ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഫ്രെയിം വെച്ചിട്ട് വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് സസ്പെൻഷൻ ലെവൽ ട്യൂൺ ചെയ്തതെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ടെക്നിക്കലി എനിക്കറിയത്തില്ല. ചേസിയുടെ മണ്ടയ്ക്ക് ഈ ബാറ്ററിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സസ്പെൻഷൻ അവർ ഒന്നിൽ സ്റ്റിഫർ ആക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ സസ്പെൻഷനിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തു. പക്ഷേ ചേസി ലിമിറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് കോർണറൊക്കെ ടേക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു അത്ര ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ വണ്ടിയിലില്ല. പിന്നെ മെയിനായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിംഗ് ആം ലൈക്ക് ഇതിന്റെ എഞ്ചിനീയറിംഗ് വെൽ തോട്ട് ഔട്ട് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ചെയിൻ സ്ഥിരം ചെയിനാമി കിടന്ന് പറയുന്നുണ്ട്. സ്വിംഗാമി കിടന്ന് പറയുന്നുണ്ട്. അത് കാരണം അവർ മറ്റേ റബ്ബർ പാഡിങ്സ് കൊടുത്തിട്ട് അതിൽ കിടന്ന് പറയുന്ന രീതിയിൽ അവർ ഒട്ടിച്ച് വെച്ചേക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്തേക്കുക. അപ്പോൾ സ്വിംഗാമും ഈ സാധനങ്ങളും പ്രോപ്പർ അല്ലാത്തത് കാരണം വണ്ടിയുടെ ചെയിൻ സ്ഥിരം വന്ന് സ്വിംഗാമിൽ വന്ന് അടിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാം. അപ്പോൾ എൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് റിയർ ഷോക്കും ഫ്രണ്ടും അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് പിന്നെയും കുഴപ്പമില്ലാത്തത്. പിന്നെ ചെയിൻ പെട്ടെന്ന് ലൂസ് ആവും. കാരണം EV ആയതുകൊണ്ട് ഇൻസ്റ്റന്റ് ടോർക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ലൂസ് ആവും. അതുപോലെ തന്നെ ലൂസ് ആവും. അപ്പം അതൊക്കെ ഉണ്ട്. സർവീസിന്റെ ഏരിയയിലോട്ട് വരുമ്പോൾ സർവീസിന്റെ അവിടുത്തെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് കോസ്റ്റിനെ? ആക്ച്വലി ഞാൻ ലൈക്ക് എറണാകുളത്താണ് സർവീസ് ചെയ്യുന്നത്. എറണാകുളത്താണ് ഷോറൂം ഉള്ളത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. എറണാകുളത്ത് സർവീസ് ടീം ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആക്ച്വലി വണ്ടി ഞാൻ സ്റ്റിൽ ലൈക്ക് ഓക്കെ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം കൊച്ചിയിലുള്ള അൾട്രാവൈലറ്റിന്റെ ഷോറൂമിൽ അവർ സപ്പോർട്ട് ചെയ്തില്ല. അവരുടെ ആളുകൾ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇനിഷ്യേറ്റീവ്സ് എടുക്കും. ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് അത്ര ഒരു എഫേർട്ട് ഇല്ലെന്നുണ്ടെങ്കിലും ഷോറൂം സൈഡിൽ നിന്ന് ഭയങ്കര എഫേർട്ടാണ്. അപ്പം എൻ്റെ വണ്ടി ആക്ച്വലി ഒന്ന് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു സ്കൂട്ടറുകാരൻ പുള്ളി റൈറ്റ് എടുത്തിട്ട്
ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് തിരിച്ച് എൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഞാൻ പുറകെ ചെന്ന് ഇടിച്ചായിരുന്നു. അപ്പോൾ വണ്ടിക്ക് കുറച്ച് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് ജസ്റ്റ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. ഇൻഷുറൻസിൽ നമ്മളെല്ലാം ക്ലെയിം ചെയ്ത് എനിക്ക് ഓൾമോസ്റ്റ് 1 മന്തിന് മണ്ടക്കോളം എടുത്തു. പാർട്സ് വരാനല്ല, പാർട്സ് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ സിസ്റ്റത്തിന് അതിന്റെ പാർട്സ് ഇല്ല. അപ്പം കൊച്ചിയിലിരിക്കുന്ന സർവീസ് സെന്ററിന് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ആക്ച്വലി ആഡ് ചെയ്യണം. ഞാനത് ബാക്ക് ആൻഡ് ഫോർത്ത് ഇർവിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുണ്ട് ബാംഗ്ലൂരിലുള്ള പുള്ളി, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം പുള്ളിയും ഇവരുടെ സംസാരിച്ച് പിന്നെ ഇവരുടെ മെയിൻ അൾട്രാവയലറ്റ് സംസാരിച്ചിട്ടാണ് ഇവരിതെല്ലാം സോർട്ട് ചെയ്തെടുത്തത്. അപ്പം നമ്മൾ അഡീഷണലി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഭയങ്കര എഫേർട്ട് ഇടേണ്ട വന്നു. അപ്പം ഷോറൂമിന്റെ സൈഡിൽ നിന്ന് ആക്ച്വലി അവർ ഓൾറെഡി പുഷ് ചെയ്തു. പക്ഷേ ഷോറൂമിന് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ അവർ യൂറോപ്പിലോട്ട് വണ്ടി ഇറക്കുന്നുണ്ട്, കൂടുതലും യൂറോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പം പാർട്സ് അവൈലബിലിറ്റി മേ ബി അതുകൊണ്ടായിരിക്കും ഇല്ലാത്ത. അപ്പം അങ്ങനെ കുറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. കാരണം 1 മന്തിന് മണ്ടക്കോളം വണ്ടി കയ്യിലില്ല, പാർട്സ് അവൈലബിൾ അല്ല, ഓർഡർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയി. പിന്നെ വണ്ടി കുറെ ലിമിറ്റിംഗ് ഉണ്ട്. ലൈക്ക് സ്വിച്ച് ഗിയറിന്റെ ഒക്കെ ക്വാളിറ്റി മോശമാണ്. പിന്നെ പേരിനൊരു മാപ്സ് ഉണ്ട്, മാപ്പിൾസ്. ഇതുപോലത്തെ ഒരു കൂതറ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ടേൺ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇല്ല, ടേൺ എടുത്തു കഴിഞ്ഞാലും തീർന്നു, റീഡയറക്റ്റിങ്ങോ ഒന്നുമില്ല. നമ്മൾ ആപ്പിന്റെ അകത്തുനിന്ന് നാവിഗേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് സെർവർ ചെന്നിട്ട് പിന്നാണ് ബൈക്കോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഫോണിൽ അല്ല കിട്ടത്തില്ല. റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഈ ബൈക്കിനില്ല. ഈ സിം ഉണ്ട്, പക്ഷെ റേഞ്ച് കിട്ടത്തില്ല. സോ മാപ്പ് ബേസിക്കലി യൂസ്ലെസ് ആണ്. ഞാൻ ബാംഗ്ലൂർ പോകുന്ന ടൈമിൽ അഡീഷണൽ ഫോൺ മൗണ്ട് വെച്ചിട്ട് എൻ്റെ ഫോൺ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. ബിൽറ്റ് ഇൻ നാവിഗേഷൻ റിലേ ചെയ്യാൻ പറ്റത്തില്ല, ഒരു വഴിക്കും പറ്റത്തില്ല. ബാറ്ററിയുടെ കാര്യത്തിൽ ആക്ച്വലി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ബാറ്ററിക്ക് ഒന്നും പറ്റത്തില്ല, കാരണം അവർ കൂടുതൽ R&D ചെയ്തേക്കുന്നത് ബാറ്ററിയുടെ സൈഡിലാണെന്ന് പറഞ്ഞു. സോ ഐ ട്രസ്റ്റ് ദം. ബാറ്ററിക്ക് ഒന്നും, കാരണം ഇതുവരെയായിട്ട് എനിക്ക് പ്രോബ്ലംസ് ഒന്നും. എത്ര വർഷം വാറണ്ടി വരുന്നത്? എൻ്റെ ഇതിന് 3 year or 5 year കണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മ. അപ്പം ബാറ്ററി ഓൾമോസ്റ്റ് ഇപ്പോൾ 1 lakh kilometers ഒക്കെ ഓടിയ ബൈക്കുകളുണ്ട്. അതിൽ 96 മണ്ടക്കോളം SOC ഉണ്ട്, സ്റ്റിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും ലൈക്ക് ബാറ്ററി സൈഡിൽ നിന്ന് മെക്കാനിക്കൽ ലൈക്ക് ഈ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ലൈക്ക് മേജർ ചെറിയ പ്രോബ്ലംസ് പറഞ്ഞാൽ എനിക്ക് ലൈക്ക് ഡിസപ്പോയിൻമെന്റ് ആണ്. പക്ഷെ എന്നാലും ലൈക്ക് പുതിയ X47 കുറേയും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താ കുറേയും കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചാർജിങ് സ്റ്റേഷൻ ആണ് മെയിൻ പ്രോബ്ലം. ചാർജിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരുടെ ബാംഗ്ലൂരിൽ ആക്ച്വലി ഒരു കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ചാർജറുണ്ട്. 45 minutes 20 to 80% കയറും. പക്ഷെ അത് അവർ റോൾ ഔട്ട് ചെയ്യാത്തത് ഓവർ ഹീറ്റ് ആവുന്നതുകൊണ്ടാണ്. വണ്ടികൾ ഓവർ ഹീറ്റ് ആവുന്നതുകൊണ്ട് അവരുടെ അവിടെ മാത്രം ഒറ്റ ചാർജർ മാത്രമുണ്ട്, വേറെ എങ്ങും ആ ചാർജർ ഇല്ല. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം സ്പീഡിൽ കയറും, പക്ഷെ ഫുൾ ചാർജ് കയറത്തില്ല. 80% കയറിയിട്ട് കട്ട് ഓഫ് ആയി പോകും. ഇപ്പൊ ഞാൻ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് ചാർജ് ചെയ്യണമെങ്കിൽ എന്താ വഴിയുള്ളത്? ചാർജർ ബാഗിൽ ഇട്ടുകൊണ്ട് കിടക്കണം, അല്ലെങ്കിൽ പുറകെ കെട്ടിക്കൊണ്ട് കിടക്കണം. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് അല്ലല്ലോ അത്? ഇല്ല, 1 kilowatt അല്ലേ? അല്ല, ബൂസ്റ്റ് ചാർജർ കൊണ്ട് കിടക്കാം. എത്ര കിലോവാട്ടിന്റെ? അത് 3 kilowatt. അതാണ് ചാർജിങ് സ്റ്റേഷൻസിൽ ഉള്ളത്. ഈ ബൂസ്റ്റ് ചാർജർ എന്ന് പറയുന്ന സെയിം സാധനം തന്നെയാണ് ചാർജിങ് സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള 3 kilowatt. ബാഗിലിട്ട് കൊണ്ട് നടക്കണം. ബാഗിലിട്ട് അല്ലെങ്കിൽ പുറകിൽ വെക്കാം. ഈ വണ്ടിയിൽ കാണുന്ന ഈ കൊളുത്തൊക്കെ ആക്ച്വലി അത് ഹുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പം ഇതിൽ കൊളുത്തി വെച്ചുകൊണ്ട് നമുക്ക് കൊണ്ടു കിടക്കാം. ആകെ പ്രശ്നം വണ്ടി നമ്മൾ പോകുമ്പോൾ ഈ ചാർജറിന്റെ കേബിളൊക്കെ താഴെ വീണ് ടയറിനൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. കെട്ടി വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതിന്റെ ഫാക്കാണ്. വള്ളി തന്നേക്കുന്നതിൽ സന്തോഷം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത് ഒന്ന് പുറത്ത് കൊടുത്തപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജർ കൊണ്ടുപോയിട്ട് നമ്മൾ ചാർജ് കൊണ്ടുപോകണം. ചാർജർ കൊണ്ടുപോയി ഗോയിസിലൊക്കെ ഓൾറെഡി നമ്മുടെ പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗ് പേയ്മെന്റ് ഉണ്ടല്ലോ. പേയ്മെന്റ് ഉണ്ടോ? ഗോയിസിയിൽ ഞാൻ പോയതാണ് ചാർജ്. കാരണം വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് വണ്ടി എടുക്കേണ്ട വന്നപ്പോൾ ഗോയിസിയിൽ ചാർജർ കൊണ്ടുപോയിട്ട് പേ ചെയ്ത് ചാർജ് ചെയ്തു. എത്ര രൂപ യൂണിറ്റിനൊക്കെ? 22 rupees. ഞാൻ കൂടുതൽ ഇപ്പോൾ വണ്ടി തട്ടിയതിനു ശേഷം എനിക്ക് ആക്ച്വലി ഈ പാർട്ടിന്റെ ഇതെല്ലാം അവൈലബിലിറ്റി എല്ലാം കൂടെ വന്ന് എനിക്ക് മൊത്തത്തിൽ ഞാൻ മടുത്തു. ഞാൻ പിന്നെ വണ്ടി അധികം ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഇവിടുന്ന് കട വരെ പോവും, തിരിച്ചു വരും, മാത്രം പാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്കൂട്ടർ എടുക്കുന്നതായിരുന്നു ഇതിലും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ വരുമ്പോൾ ആർക്കാണ് അൾട്രാ വയലറ്റിന്റെ ഈ ബൈക്ക് പറ്റിയത്? ഡെയിലി ഒരു 150 kilometer അല്ലെങ്കിൽ 120 kilometers നോർമൽ ഇലക്ട്രിക് സ്കൂട്ടർ പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഡിസ്റ്റൻസ് റേഞ്ച് വേണം. വീക്കെൻഡ്സിൽ കുറച്ചും കൂടെ ദൂരം ലൈക്ക് ഒരു 100-150 kilometersനുള്ളിൽ ബാക്ക് ആൻഡ് ഫോർത്ത് പോയി വരാൻ പറ്റുന്ന അങ്ങനത്തെ ബൈക്ക് തന്നെ വേണം എന്നുള്ള ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സൂപ്പർ സ്വിഫ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ X47 ഉണ്ട്. X47 ഇതെല്ലാം ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ബാറ്ററി പാക്ക്, പവർ, മോട്ടർ എല്ലാം സെയിം ആണ്. സ്വിംഗ് ആമിന്റെ ഡിഫറൻസ്, പിന്നെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ADV ക്രോസ് ഓവർ പോലെയാണ് ഇരിക്കുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം എടുക്കാൻ പറ്റിയ ഒരു ബൈക്ക് മനസ്സിലുള്ള ഇലക്ട്രിക്? ഞാൻ ഇലക്ട്രിക് ബൈക്ക് എടുക്കത്തില്ല. ഇനി എടുക്കത്തില്ല?
മടുത്തു. ഇത് ഇത് ആക്ച്വലി ഞാൻ കൊടുക്കാൻ വെച്ചേക്കുവാണ്. ഒന്നിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇലക്ട്രിക്കലോട് ഇനി ബൈക്ക് എടുക്കണമെന്നില്ല. എനിക്ക് ഓൾറെഡി ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ട്, ടെൻഡനൈറ്റിസ് ഉണ്ട്. അപ്പം അത് അല്ല, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഇതിലോട്ട് ലൈക്ക് ബൈക്ക് അങ്ങനെ എൻ്റെ പഴയ ബൈക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ ബൈക്ക് ഓടിക്കാതെ നടക്കുമായിരുന്നു. പിന്നെ ഈ ബൈക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് പിന്നെയും കൂടെ വന്നു. കാർ ഓടിക്കുമ്പോൾ ആക്ച്വലി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പക്ഷെ നമുക്ക് കൈ മാറ്റി ഓട്ടോമാറ്റിക് ഉണ്ടായാലും കൈ മാറ്റി യൂസ് ചെയ്യാം. അപ്പം ഈ ടെൻഡനൈറ്റിസ് ഉള്ളത് കൊണ്ട് ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം അപ്ഗ്രേഡ് ഇത് ഹാൻഡിൽ ബാർ റേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സാധനം. അപ്പം അത് അവിടുന്ന് കട്ട് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി നെഗറ്റിവിറ്റി തോന്നി. ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കസ്റ്റമർ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നമ്മൾ, കാരണം നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നതിലൊരു അവരൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ കുറെ പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തു. കൂടുതലും ലൈക്ക് ഷോറൂം സൈഡിൽ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്റ്റിൽ ലൈക്ക് കൈൻഡ് ഓഫ് ഓക്കെ എന്നുള്ള രീതിയിൽ. ഇലക്ട്രിക്കിലോട്ട് പോകത്തില്ല? ഇലക്ട്രിക്കിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. കാരണം ഡെയിലി കമ്മ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രിക് കാർ തന്നെയാണ് നല്ലത്. കാറിൽ ഇപ്പൊ ഓൾറെഡി കാർ വന്നല്ലോ, അപ്പം ആ കാറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കാണിച്ചു തരാം. ഞാൻ കയറി കഴിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ആക്ച്വലി. കണ്ടോ ഇങ്ങനെ ബ്രേക്ക് പിടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ബെല്ലാസ്റ്റിക്. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടായി. ഹൈ 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 കണ്ടാ, ഇങ്ങനെ കുതിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക വണ്ടി ചേട്ടാ. ഹൈ ആണോ? ഓ അങ്ങനെ പറ്റുമല്ലോ. അയ്യോ റിവേഴ്സ് ഇടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്നും ആവുന്നില്ല. ലൈക്ക് ബ്രേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓ ബട്ടൺ ഹോൾഡ് ചെയ്യുക. ബായ്. ഇങ്ങനെ 3 കിലോമീറ്റർ സ്പീഡിൽ പോകും. കണ്ടോ? എന്നിട്ട് ഓ ബട്ടൺ ഹോൾഡ് ചെയ്താൽ ഓഫ് ആവും. എക്സിറ്റ് ചെയ്യാം. കണ്ടോ ഇങ്ങനെ പോകും. ബെല്ലസ്റ്റിക് ഇങ്ങനെ കറങ്ങത്തില്ലല്ലേ? അതെ, ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പെട്രോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അഗ്രസീവായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 10x പവറും ആ ഒരു വണ്ടി ഭയങ്കര ഫണ്ട് റൈഡാണ്. ഓക്കെ, കാരണം നമ്മൾ ട്രാഫിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ ടക്ക എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോവാം. അതെ അതെ, ആക്ച്വലി വണ്ടി ആ ഒരു പെർസ്പെക്റ്റീവില് അടിപൊളിയാണ്. ആ ടോർക്ക് സാധനങ്ങൾ പവർ എല്ലാം ഉള്ള ലിമിറ്റേഷൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം. പെട്ടെന്ന് ഇപ്പോൾ കായംകുളത്തോട്ട് പോകണം, ഇത്ര കിലോമീറ്റർ ആണെങ്കിൽ ഷടയിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ കുത്തിക്കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമല്ലേ? നമ്മളത് അതോട് യൂസ് ടു ആകണം. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ലൈക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഹാൻഡിലൊക്കെ ഒരു കട്ടിയുള്ള പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് എപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. നേക്കഡ് ബൈക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ. ബട്ട് സ്റ്റിൽ അത് നമ്മൾ യൂസ് ടു ആവുന്നതനുസരിച്ചിരിക്കും മാറും. ഞാൻ ഇതും കൊണ്ട് ബാംഗ്ലൂർ ട്രാഫിക്കിൽ ഓടിച്ചു അടിപൊളിയുണ്ട്. ഓക്കെ, കൺക്ലൂഷനകത്ത് വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റി ഓർക്കാൻ? ഫുഡ് പെഗ്സിന്റെ പൊസിഷനിങ് ആക്ച്വലി കറക്റ്റ് അല്ല. നമ്മൾ പ്രോപ്പർലി ഫുഡ് വെക്കുമ്പോൾ കുറച്ചും കൂടെ പുറകോട്ട് കയറ്റിയിട്ടാണ് വെക്കുന്നത്. ഈ ഒരു അങ്ങനല്ല, ഈ ഒരു പൊസിഷനിൽ വെക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് നേരത്തെ നമ്മൾ ഫ്രണ്ടിലോട്ട് കാലെടുത്തിട്ട് ഇങ്ങനെ പുറകോട്ട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ക്ലോസ് ആയി. അപ്പം ആ ഒരു ആംഗിള് കുറച്ചും കൂടെ ലൈക്ക് ബെറ്റർ ആക്കായിരുന്നു. കാരണം നമ്മൾ നോർമലി ആൾക്കാർ കാലെടുത്ത് ഇങ്ങനെ മണ്ടക്കോട്ട് വെക്കുന്നത്, അങ്ങനെ വെക്കില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ഇത്രയും പോർഷൻ മാത്രമേ വെക്കാവുള്ളൂ. അപ്പൊ ആ ഒരു പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് അടഞ്ഞു പോകാറുണ്ട്. അപ്പൊ അതിനൊരു ആംഗിൾ അവർ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ എന്താണ്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഏറ്റവും വലിയ. EV എടുക്കുന്നത് ലാഭിക്കാനാണ്, ലോങ് പോകാനാണ്. അതെ, അപ്പൊ ലോങ് റേഞ്ചുള്ള വണ്ടി എടുക്കുന്നത് ഇപ്പൊ 10 കിലോവാട്ടിന്റെ ഒരു ബാറ്ററി എടുക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ലോങ് പോകാൻ വേണ്ടിയാണ്. പക്ഷെ ലോങ് പോകുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പ്രോബ്ലം ആണ്. ഇവര് UV ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ബേസിക്കലി കാറിന്റെ ചാർജറിൽ മറ്റേ സാധാ ചാർജർ തന്നെ വെക്കുക. ബേസിക്കലി ഒരു ഡയറക്റ്റ് 3 പിൻ ഇല്ലെന്നുണ്ടെങ്കിൽ കാറും കൊണ്ടുപോകണം കൂടെ. അല്ല, കാറും കൊണ്ടല്ല, കാറിന്റെ ചാർജർ കാറിന്റെ CCS പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് 3 പിന്നായി ഔട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രയോജനമായിട്ട്, കാരണം ഗോയ്സിയുടെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും മറ്റേ സോട്ട് ഉണ്ട്, പവർ പ്ലഗ് ഉണ്ട്. അപ്പൊ അതിൽ കുത്തി ചാർജ് ചെയ്യുന്നതാണ് അതിലും ബെറ്റർ. നിങ്ങൾ ഇത്രേ ഉള്ളൂ, ഒരു ഇലക്ട്രിക് ബൈക്ക് മേടിക്കുമ്പോൾ ഈ കാര്യം ചിന്തിക്കുക. ലോങ് പോകാനാണെങ്കിൽ ചാർജിങ്ങിന്റെ ഈ സെറ്റപ്പ് നോക്കുക. ആപ്പ് എങ്ങനെയുണ്ട് ഫോണിന്റെ ആപ്പ്? അങ്ങനെ പറയത്തക്ക വണ്ണമൊന്നും ഇല്ല അതിനകത്ത്. ഏതറിന്റെ ആപ്പ് അതാണ് നല്ലത്. എല്ലാരും പറയുന്നുണ്ട് ഏതറിന്റെ ആപ്പ് അടിപൊളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അൾട്രാ വയലറ്റിന്റെ ബൈക്ക് റിവ്യൂ, EV ബൈക്ക് റിവ്യൂ. എനിക്കറിയാം ഇതിനകത്ത് കുറെ ആൾക്കാർ നോക്കി ആഗ്രഹിച്ച് ഇരിക്കുന്ന ബൈക്കായിരിക്കും. പക്ഷെ പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ അവസ്ഥ. ഞാൻ സ്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു EV റേഞ്ചില് ബൈക്കില് വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് ഇത് തന്നെ. ലൈക്ക് ലുക്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് അത് എനിക്ക് ഫേസ് എന്റെ പേഴ്സണൽ ലിമിറ്റേഷൻസ് ആണ്.
അത് എല്ലാ ആൾക്കാർക്കും ഈ സെയിം ഇതാവണമെന്നില്ല. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ റൂട്ട് ഇത്ര കിലോമീറ്റർ പോയാൽ നെക്സ്റ്റ് ഡേ എനിക്ക് ഇത്ര കിലോമീറ്റർ പോകണം. അപ്പം അങ്ങനത്തെ ഒരു ഇറാറ്റിക് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അല്ലാതെ ഒരു ഫിക്സ്ഡ് റൊട്ടീൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ആക്ച്വലി ഈ ബൈക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്. ഡെയിലി ഡ്രൈവ് സെറ്റപ്പ്. ബാംഗ്ലൂരിലൊക്കെ ആക്ച്വലി ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കുറച്ചും കൂടെ ലേഡ് ഔട്ട് ആണ്. കേരളത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഷോറൂം വരുന്നുണ്ട്. സോ എന്നാലും സ്റ്റിൽ 5 മണിക്കൂറാണ് ആ ഫാസ്റ്റ് ചാർജിങ്ങിൽ തന്നെ ടൈം എടുക്കുന്നത്. ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എറണാകുളത്തെ ചാർജിങ് അവിടുത്തെ നിന്നിട്ട് സർവീസ് സെന്ററിൽ നിന്ന് അവരോടെല്ലാം സംസാരിച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പം അവിടെ ഉള്ള റോയൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പുള്ളിയാണ് ഇപ്പം ട്രിവാൻഡ്രത്ത് ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ സജിത്ത്, സുജിത്ത് ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. എന്തുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി തരും. ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിവ്യൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വണ്ടി മേടിക്കാൻ നോക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് തൊഴിൽ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.